ശക്തിയുള്ള സ്വാമിയാണ് നമ്മളെ തിരുട്ടിച്ചത്. മണ്ണും മാനവും അതിലുള്ളതൊക്കെയും തിരുട്ടിച്ചത് യേശുസ്വാമിയാണ്. ശക്തിയായ കാറ്റടിപ്പിനിക്കും ഏറ്റവും ഇടി പൊട്ടുമ്പോഴും നമ്മ ഓർക്കണം, ഈ ഭൂലോകമൊക്കെയും നടത്തേണ്ടത് യേശുസ്വാമിയാണ്. വലിയൊരു കാറ്റുണ്ടാഞ്ഞ് മനുഷ്യനുക്ക് പിടിച്ചു നിർത്തുവാൻ നോക്കണ്ട. സൂര്യൻ്റെ ശക്തിയെ മനുഷ്യനുക്ക് പിടിച്ചു നിർത്തുവാൻ നോക്കണ്ട. എൻ്റെ മനുഷ്യൻ പറയണ്ട ഞാൻ ശക്തി ഉള്ളവനാണെൻ്റെ. നിങ്ങൻ്റെ ഓർക്കണം, നിങ്ങൾ രോഗിയും നിങ്ങൾ ചത്തുപോകേണ്ടവനാണെൻ്റെ. എൻ്റെ സ്വാമി പറയണ്ട അവൻ മരണമില്ലാത്തവനാണ്. എന്തിനാണ് തെറ്റിൻ്റും എന്തിനാണ് ശരിയിൻ്റും അറിവുള്ളവനാണ് നമ്മളെ സ്വാമി. സ്വാമിനെ പോലെ തന്നെ മനുഷ്യനെ തിരുട്ടിച്ചത്. ആദ്യത്തിൽ മനുഷ്യൻ്റെ പേര് ആദമുണ്ട്, അവൻ്റെ വീട്ടുകാരൻ്റെ പേര് ഹവ്വായും ആണ്. സ്വാമി ആദനെയും ഹവ്വായിനെയും കാര്യമാറ്റി സ്നേഹിച്ചാൽ. സ്വാമി പറഞ്ഞാൽ തിന്നാത്ത പയ്യൻ നീ തിന്നരുത്, അൻ്റെ നീ ശാവ. സ്വാമി ആ കൂട്ടർ എപ്പോഴും ജീവിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. സ്വാമീൻ്റെ ശത്രുവായ മിനി പറഞ്ഞത് ഈ പഴം തിന്നേന്നങ്ങ് ശാകത്തിലല്ലേ. എൻ്റെ കൈര മക്കളമേ, ഈ മിനി പറയുന്നത് വെറും നുണയാണ്. സ്വാമീൻ്റെ കരുതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയുവാൻ ഈ ഭൂതം പാക്കുണ്ട്. ആദവും അവയും ദൈവത്തിനെ വിശ്വസിക്കാണ്ടി ഭൂതത്തിനെ വിശ്വസിച്ചാൽ അവൻ ആ പയ്യൻ പറിച്ച് തിന്നാര്. അന്തിമോലൊക്കളം സ്വാമിനെ അനുസരിക്കാണ്ടി ആഞ്ഞാര്. അന്തി തൊട്ട് നമ്മളെ പാവം കടന്നത്, അന്തി തൊട്ട് നമ്മ ചത്ത് പോകാൻ. യേശുസ്വാമി പറഞ്ഞാൽ ചാട്ടാത്ത ആളിലെയും ഈ കൊല്ലൻ്റെ ആളിലെയും പിടിച്ചു പറിക്കാറെയൊക്കെയും നരകത്തിൽ തള്ളിയിട്ടാർ. യേശുസ്വാമിൻ്റെ നമ്മളൊക്കളെയും സ്നേഹിക്കുകയും ചെയ്യേണ്ടാർ. യേശുസ്വാമി ആഗ്രഹിക്കുന്നവർ നമ്മളൊക്കളെയും സ്വർഗ്ഗലോകത്തിൽ ജീവിക്കണമെങ്കിൽ, ദേവലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മളൊക്കളെയും യേശുസ്വാമി ആഗ്രഹിക്കേണ്ടാർ. ഈ പാവത്തിന് രക്ഷിപ്പാൻ വേണ്ടി ദേവലോകത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരണമാഞ്ഞ് കണ്ടത്. അതൊക്കെ വേണ്ടിയാണ് ദേവലോകത്തിൽ നിന്ന് മനുഷ്യൻ്റെ വേഷമെടുത്ത് യേശുസ്വാമി ഇവിടെ വന്ന് ജീവിച്ചത്. ഇവനെ സ്വാമീൻ്റെ കയ്യൻ്റെ വിളിക്കിൻ്റാർ. അവൻ്റെ പേരാണ് യേശുസ്വാമി. അവൻ സ്വാമി ആഞ്ഞത് അവനെ പാവം ചെയ്യുന്നില്ല. അവൻ രോഗികൾക്ക് സൗഖ്യമാക്കിയാൽ, ബെഞ്ച് പിടിക്കുന്നവർക്ക് ആഹാരം കൊടുത്താൽ. സ്വാമി ചെയ്യുന്ന അത്ഭുതമൊക്കെ യേശുസ്വാമി ചെയ്യാൻ. മിനീനെ പുറത്താക്കിയാൽ, കൊടുങ്കാറ്റിനെ ചണ്ടവട്ട് നിർത്തിയാൽ, ചത്തവനെ ജീവിപ്പിച്ചാൽ. അതിൻ്റെ ഉള്ള ചാട്ടാത്ത ആളുകൾ അവനെ കൊല്ലുവാൻ തുടങ്ങിയാൽ, അവനെ കുരിശിൽ കിടത്തിയാൽ, കേക്കും കാലക്കും ഒക്കെ ആണി അടിച്ച് അവനെ കൊല്ലുകയും കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കഴിഞ്ഞാൽ നമ്മുടെ പാവത്തിന് ശിക്ഷയും ഏറ്റെടുത്താൽ, ദേവലോകം വിട്ട് നമുക്ക് വേണ്ടി മണ്ണുക്ക് യേശുസ്വാമി ഇറങ്ങി വന്നാൽ, എൻ്റെ അവനെ ആ കൂട്ടർ കുരിശിലടിച്ച് കൊണ്ടാൽ, അവൻ കല്ലറിക്കൊണ്ട് കുഴിച്ച് വെച്ചാൽ അവൻ 3 ദിവസം കഴിഞ്ഞിപ്പം വലിയ അത്ഭുതത്തോടെ അവൻ എളുപ്പി വന്നാൽ. യേശുസ്വാമിനെ വിശ്വസിക്കുന്നവർക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി അവൻ ഉശിരോടെ അവൻ എളുപ്പി ദേവലോകത്തൊക്കെ പിയ്യാൽ. യേശുസ്വാമി പറയുന്നത് കേട്ട സ്വർഗ്ഗലോകത്തിൽ നിങ്ങൾക്ക് എന്നും നിങ്ങൾക്ക് യേശുസ്വാമിൻ്റെ കൂടെ ജീവിക്കാം. യേശുസ്വാമിനെ സ്വീകരിക്കേണ്ടതൊക്കളം അവൻ്റെ കുന്തലും മക്കളുമാണ്. നമ്മളെ കുന്തലെ നമ്മ കളഞ്ഞമാണ്. അതേപോലെ തന്നെ യേശുസ്വാമി നമ്മളെയും കളയത്തില്ല. യേശുസ്വാമിന് നമ്പറിലെല്ലാവരും നരകത്തിൽ പോകത്തില്ലേ എന്നും നമുക്ക് ശാകാണ്ടിരിക്കാൻ വേണ്ടി സ്വാമിൻ്റെ കൈന നമുക്കൊരു കാവായി തന്താരി. ആയിരം വർഷങ്ങൾക്ക് മുന്തി ഇവിടെ പച്ചക്കാടോ കുത്തുകളോ കോവിലുമോ ഇല്ലാഞ്ഞത്. സ്വാമിൻ്റെ വായു കൊണ്ട് എല്ലാം പറഞ്ഞുണ്ടാക്കി. സ്വാമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഉണ്ടാഞ്ഞത്. ഭൂലോകത്തിൽ സർവ്വത്തെയും ആനിനെയും പുലിനെയും പാമ്പിനെയും തേളിനെയും കുരങ്ങിനെയും നണ്ടിനെയും സർവത്തെയും സ്വാമി ഉണ്ടാക്കി. അത് മാത്രമല്ല നമ്മളെയും സ്വാമി ഒക്കെ ഉണ്ടാക്കി. ആദ്യം ഒരാളുണ്ടാക്കി ആദാമിൻ്റെ അതിന് പേരിട്ടാര്. അത് കഴിഞ്ഞ് ആദാമിന് വലിയൊരു ഉറക്കം വരുത്തിയാര്. അത് കഴിഞ്ഞ് വാരിയെല്ലാം എടുത്ത് ഒരു പിള്ളിനെ ഉണ്ടാക്കിയാര്. ആദ്യം ഒരു പിള്ളിനെ എടുത്ത് ആദാമിന് താലൂക്കൊണ്ട് നിർത്തിയാര്. ആദാം അവൾക്ക് ഹവ്വായിൻ്റെ പേരിട്ടാര്. സ്വാമി ആദായിക്ക് ഹവ്വായിക്ക് ഒരു പൈത്തോട്ടം തിന്നുവാൻ കൊടുത്താൽ സ്വാമി ആദാമിനോട് പറഞ്ഞാൽ, തോട്ടത്തിൻ്റെ അങ്ങനെ സർവ്വ മരത്തിന് പൈ നിങ്ങൾക്ക് തിന്നാം, തോട്ടത്തിന് നെടുവിൽ നിൽക്കുന്ന മരത്തിന് പൈ നിങ്ങൾ തിന്നരുത്, തിന്നിൻ്റെ നാൾക്ക് നീ ചാവാം. ഇച്ചിരാതി പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് അവയെ പറ്റിച്ചത്. തിന്നേറിന് പറഞ്ഞ പയ്യം അവൾ തിന്നത്, വീട്ടുകാർക്കും കൊടുത്തത് അവളും തിന്നത്. അങ്ങനെ ആക്കൂട്ട സ്വാമിൻ്റെ വാക്ക് തെറ്റിച്ചാര്. സ്വാമി ഏതാം തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദാമിനെ വിളിച്ചാൽ, ആദാം നീ ഏടാ, ഞാൻ പേടിച്ച് ഒളിച്ചിരിക്കണ്ടേ. സ്വാമി പേച്ചിയാൻ തിന്നേറിന് പറഞ്ഞ പയ്യൻ നീ തിണ്ടിയാ. ആദാം പറഞ്ഞത് നീ എൻ്റെ കൂടെ ഇരിപ്പാൻ പറഞ്ഞ പിള്ള, നീ തിന്നേറിന് പറഞ്ഞ പയ്യൻ തന്നത് ഞാൻ തിണ്ടേ. സ്വാമി നീ തിന്നേറിന് പറഞ്ഞ പയ്യൻ തിൻ്റെത് കൊണ്ട് നീ വേദനയോടെ കുഞ്ചിടുക.
നിന്റെ ആശ നിന്റെ വീട്ടുകാരനോടാകും. സ്വാമി ആദാമിനോട് പറഞ്ഞാൽ, നീ മര്യാദകേട് കാണിച്ചത് കൊണ്ട് മണ്ണ് നിനക്ക് യാതൊരു ഫലം തരത്തില്ല. ഇഞ്ചിമുള്ളും കൊക്കുമുള്ളൊക്കെ മുളയ്ക്കാവും. കണ്ടമാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീ വേല കഴിഞ്ഞ് തിന്നണം. മണ്ണോട് നിന്നുണ്ടാക്കി മണ്ണിലേക്ക് നീ പോണ്ട. സ്വാമി ആദാമിനെയും അവായിനെയും പൈത്തോട് നിന്ന് പുറത്താക്കിയായി. കൈരേ, ഞാൻ ആദാമിനെയും അവായിനെയും പോലെ പല തെറ്റുകൾ ചെയ്യുന്നേ. സ്വാമി നമ്മൾ തെറ്റുകൾക്ക് ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് ശിക്ഷിക്കാതെ അപ്പനെ അമ്മയും മക്കളെ സ്നേഹിക്കുന്ന പോലെ സ്വാമി നമ്മൾ സ്നേഹിച്ചാൽ. അതുകൊണ്ട് സ്വാമിന്റെ കൈന ഭൂമിയിലേക്ക് അയച്ചാൽ, പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചാൽ, നമുക്ക് എന്തും ഉശിരി തരുവാൻ യേശു സ്വാമി ഭൂമിയിലേക്ക് വന്നാരേ. നമുക്ക് വേണ്ടി കുരിശിൽ ചത്ത യേശു സ്വാമിനെ വിശ്വസിക്കുക. കൈര എന്ന കേളൻ. ലോകത്തിൽ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ട്. നമ്മൾ പാട്ടന്മാരും പാട്ടിമാരും കുന്തലും മക്കളും ഈ ലോകത്തിൽ നമ്മളെല്ലാവരും രോഗത്തിൻ്റെ പിടിയിലാണ്. രോഗം നമ്മൾ തേകത്തിൻ്റെ ഏടെയായാലും ഉണ്ടാവും. നമ്മൾ ഉശിരിലും രോഗം ഉണ്ടാവും. പാപം ഒരു രോഗമാണ്. ഒരു കയ്യൻ ഒരുത്തിന് വെറുക്കുമ്പോൾ അവൻ്റെ ഉള്ളിലും രോഗമുണ്ടാവും. സ്വാമിക്ക് ചാട്ടാണ്ടി ചെയ്യേണ്ട കാര്യമൊക്കെ രോഗമാണ്. അപ്പം എനിക്ക് 2 തരം രോഗം ഉണ്ട്. തേകത്തിലുണ്ടാകേണ്ട രോഗമും ഉശിരിലുണ്ടാകേണ്ട രോഗമും. തേകത്തിലുള്ള രോഗത്തൊക്കെ മരുന്ന് കഴിഞ്ഞ് മാറ്റുവാൻ പറ്റും. എൻ്റെ ഉശിരിലുള്ള രോഗത്തൊക്കെ മരുന്നില്ല. യേശുസ്വാമിക്ക് മാത്രമേ ഉശിരിലുള്ള രോഗം മാറ്റുവാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഉശിരിലുള്ള രോഗങ്ങൾ നിരാശ, ഭയം, പേടി, കുശുമ്പ്, കുന്നായ്മ, പിന്നെ നമ്മൾ അന്യന് വെറുക്കുക, അന്യന് നമ്മൾ സ്നേഹമില്ലായ്മ, നമ്മളൊരുത്തനെ ബുദ്ധിമുട്ടിക്കുക, നമ്മളൊരുത്തനെ കഷ്ടപ്പെടുത്തുക, ഒരുത്തനെ വഞ്ചിക്കുക ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഉശിരിയുള്ള രോഗം വേണ്ടത്. ഈ രോഗങ്ങൾ മാറ്റുവാൻ എനിക്ക് യേശുസ്വാമിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. 38 വരിശുമായ കിടന്ന രോഗിയോടാ യേശുസ്വാമി കേട്ടാൽ, നിനക്ക് ശവിക്കുമാവാൻ മനുഷ്യണ്ടാ. രോഗിയായ മനുഷ്യൻ പറഞ്ഞാൽ, എനിക്ക് ഒരുത്തനും പാപ്പാൻ ഇല്ല. യേശുസ്വാമി പറഞ്ഞാൽ, എളുമ്പി നടവ് നിന്നെ നാനെ ശോകപ്പെടുത്തി ഇരിക്കണു. ആ മനുഷ്യൻ ചീക്കൊക്കെ മാറി സന്തോഷമായി നടന്നവയാ. യേശുസ്വാമി കട്ടടക്കൻ്റെ കള്ളമാരെയും നെണ്ടാക്കണ്ടാരി. ചങ്കിലുള്ള ബുദ്ധിമുട്ടും വെറുപ്പും എല്ലാം യേശുസ്വാമി നെണ്ടാക്കണ്ടാരി. യേശുസ്വാമിന നീ നല്ല രീതിയിൽ എപ്പോഴും കുമ്പിട്ട് നിന്റെ രോഗങ്ങൾക്കെല്ലാം ശപിക്കുമുണ്ടാവും. കയ്യില് യേശുസ്വാമിനെ ഈണെന്ന കുമ്പിട്ട് നിങ്ങളുടെ രോഗത്തിനെല്ലാം ശപിക്കുമുണ്ടാവും. യേശുസ്വാമിയെ എന്നോട് ക്ഷമിക്കണമേ. യേശുസ്വാമി എന്നെ നെണ്ടാക്കിയെ ഞാൻ ഇനി ഒരു കാലത്ത് ഈ തെറ്റിക്ക് പോത്തണം. യേശുസ്വാമിയെ എൻ്റെ തേകത്തിലുള്ളയും എൻ്റെ ഉശിരിലുള്ളയും എല്ലാ പാവത്തിനും കൈകി വെടിപ്പാക്കണം. നിങ്ങ ജീവനുള്ള ദൈവമിൻ്റെ ഞാൻ ഓർക്കണ്ടേ. യേശുസ്വാമിൻ്റെ കരന്തം തിരക്കി ഞാൻ നിങ്ങളാട്ടേക്ക് വരുവിൻ. ഈണ കുമ്പിടുമ്പോൾ യേശുസ്വാമി കേൾക്കുകയും നിങ്ങൾ രോഗത്തിൽ നിന്ന് വിടുകയും ചെയ്യും. എപ്പോഴുമുള്ള സ്നേഹത്താൽ യേശുസ്വാമി നമ്മളെ കാണുവറ്. മാത്രമില്ല, ദേവലോകത്തുള്ള കന്യമാർ വന്ന് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിപ്പറ്. അപ്പം തന്നെ ദേവലോകത്ത് സന്തോഷമേ ഉണ്ടാകും. യേശുസ്വാമിൻ്റെ കരന്തം കേട്ട് ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യുക. നമ്മൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ചത്തു കഴിഞ്ഞ് നമ്മ കാണാം. കൈരെ നിങ്ങൾക്കൊക്കെ കാണാം. കൈരെ നമ്മ ഒരുത്തനും പറയാത്തൊരു കാര്യം നാം പറയാം. നമ്മ കുറച്ച് ദിവസം മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മ ചത്തു പോകണ്ട. ചത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും പറ്റില്ലേ. ചത്തു കഴിഞ്ഞ് പിന്നെ നമ്മ ആടേക്ക് പോകണ്ട. ഒക്കളൊക്കെ ഈ കാര്യം തിക്കള. നമ്മ യേശുസ്വാമി പറഞ്ഞ് എന്നിട്ട് നമ്മ കേൾക്കണം. എൻ്റെ നാളേക്ക് നമ്മ ഒരുങ്ങുകയും ചെയ്യണം. യേശുസ്വാമി ഭൂലോകത്തിനെയൊക്കെയും സൃഷ്ടിച്ചത്. യേശുസ്വാമി ദേവലോകത്തിൽ ജീവിക്കുന്നവർ. ദേവലോകം നല്ല ശേലാണ്. യേശുസ്വാമി നമ്മ ദേവലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ ആഗ്രഹിക്കുന്നവർ. എൻ്റെ നമ്മ പാപികളാണ്. നമ്മ എപ്പോഴേക്കും കുറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ. യേശുസ്വാമി കുറ്റത്തിന് വർക്കല്ലാർ. പാപം ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ വേണമെന്ന് യേശുസ്വാമി ആഗ്രഹിക്കുന്നവർ. നമ്മ ചത്തുപോവനിക്ക് കിള്ളാനിക്ക് നരകത്തൊക്കെ പോകണ്ട. കിള്ളാനി നരകം ഭയങ്കര തീയുള്ളതും ശക്തിയുള്ളതും വേദന ഉള്ളതും ആണ്. ഇതിൻ്റെ ചാമി ലോകത്തിലുള്ള ഒക്ക ആളുകളെയും സ്നേഹിക്കുന്നവർ. ഈ കയറ് മക്കളും നശിച്ചു കേട്ടു പോവാൻ ചാമി ആഗ്രഹിക്കില്ല. അതുക്ക് ചാമിയുടെ കയനായ യേശുസ്വാമിനെ ഈ ഭൂലോകത്തൊക്കെ തന്നാര്. ഒരു കുഞ്ചിന് പേലുണ്ടാഞ്ഞ് നമ്മൾ പേല വലിയ മനുഷ്യനായിട്ട് ജീവിച്ചാൽ. യേശുസ്വാമി നല്ലവനാഞ്ഞത് പാപം ഒന്നും ചെയ്യുന്നില്ല. നമ്മ ചെയ്യുന്ന കുറ്റം
ഏച്ചുചാമി കുരിശിയിൽ അനുഭവിച്ചാര്. നമ്മളൊക്കളെയും പാവത്തിക്ക് വേണ്ടി ഏച്ചുചാമി കുരിശിയിൽ ചത്താര്. ഏച്ചുചാമിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എനിക്കുള്ള നരകമം ശിക്ഷയും ഇല്ല. ഏച്ചുചാമി ചത്തു കഴിഞ്ഞ് പിന്നെയും നമുക്ക് വേണ്ടി വന്നാര്, പിന്നെയും ദേവലോകത്തേക്ക് പിയാര്. കൈരെ നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെൻ്റെ ഉണ്ടാ. ഏച്ചുചാമിൻ്റെ അടുത്തേക്ക് കുമ്പിടുക. ഏച്ചുചാമി ഇന്നും ജീവിക്കുന്നവര്. ഏച്ചുചാമി നമ്മളെ കേൾക്കണ്ടാര്. നമുക്ക് ഈണ പേശണം. നല്ല ഏച്ചുചാമിയെ ഞാൻ ചാട്ടാത്തവനാണ്. അതൊക്കെ എനക്ക് നോവുണ്ട്, എന്നോടാ ക്ഷമിക്കണം. ഏച്ചുചാമി എനക്ക് വേണ്ടി ചത്തത് നല്ലത്. കുരിശിയിൽ തെട്ടിയ ചോര എങ്ങളെ പാവത്തക്ക് വേണ്ടിയാണെമെങ്കിൽ എങ്ങ അറിയൻ്റെ. കുരിശിൽ ചോര എന്നെ കെയ്കി നെണ്ടാക്കണം. നിങ്ങ ഇപ്പം കുമ്പിടുമ്പോൾ ഏച്ചുചാമി നമ്മളെ പാവത്തന ചങ്കയിൽ നിൻ്റെ നേക്കുപിറ്. അപ്പനിക്ക് ഏച്ചുചാമി നമ്മളെ കൊടുത്ത ശീവിപ്പിറ്. അവൻ്റെ ഉഷറ് നമ്മളെ ഉള്ളിൽ തരുവിറ്. കുറ്റം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിപ്പിറ്. നമുക്ക് ഏച്ചുചാമിയോടെ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, ഏത് സമയത്ത് വേണമെങ്കിലും കുമ്പിടാം. ഏച്ചുചാമി നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് എപ്പോഴും സഹായിപ്പിറ്. ചാമിയോടെയും ചാമീൻ്റെ കൈനോടെയും ഇല്ലാണ്ട് വേറൊരു ഒന്നിനോടെയും കുമ്പിടാറുത്. എപ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല. ബന്ധം കൊണ്ടിൻ്റെ ഏച്ചുചാമി നമ്മളെ എപ്പോഴും പാക്കും. നമ്മ ചാവിനിക്ക് നമ്മളെ നേരെ ദേവലോകത്തേക്കെടുത്ത് പോകരുത്. ഏച്ചുചാമി പറഞ്ഞത് വേല ഏച്ചുചാമിന് എപ്പോഴും നമ്മ കുമ്പിടണം. ഏച്ചുചാമി നമ്മളെ ഒക്കളയും രാത്രിയും ഒരു വൈകുന്നേരവും ഏത് സമയത്തും നമ്മളെ കാത്ത് കാക്കൻ്റെ ഏച്ചുചാമി വലിയാളുടെയും പാട്ടന്മാരെയും പാട്ടികളിയും കുഞ്ചിലിയും ഒക്കെ ഏത് സമയത്തും കാക്കണം വേണ്ടി പറഞ്ഞ് നമുക്ക് ഏച്ചുചാമിനെ കുമ്പിടാം. ആമേൻ. നിങ്ങൾ മനസ്സ് മാറ്റിയെടുപ്പാൻ ഞാൻ ഒരു കാര്യം പറയുവാൻ വേണ്ടത്. നിങ്ങളുടെ പാപത്തിന്റെ വൈവിട്ടിലിഞ്ഞ് തിരുവണമിന്റെ സ്വാമി പറയേണ്ടത്. നിങ്ങൾക്ക് എന്ന് പറയണമെങ്കിൽ സ്വാമി പറയണ്ടേ. കുരിശിലും മറുത്ത യേശു സ്വാമിയാണെങ്കിൽ നിങ്ങൾ ആശയോടുകൂടി പാപ്പനിക്ക് യേശു സ്വാമി നമ്മളോട് ക്ഷമിപ്പറ്. നമ്മ ദൈവത്തിന് വേണ്ടി ജീവിപ്പാనికి സ്വാമി ആഗ്രഹിക്കണ്ടേ. നമ്മൾ പാപത്തിന്റെ വിട്ടുതിരിഞ്ഞതൊക്കെ സ്വാമി എന്തും പറഞ്ഞിട്ട് നമ്മ ശ്രദ്ധിക്കണം. നെനമാൻ്റെ പറഞ്ഞ നാടുണ്ടാഞ്ഞത് 3 ദിവസം നടപ്പാനിക്കുള്ള വെയ്യ് ആഞ്ഞത്. അവിടുത്തെ ആളുകളെ എണ്ണി തീർപ്പാనికి ഭയങ്കര പാടാഞ്ഞ്. അവിടുത്തെ ആളിൽ ചാട്ടാത്ത ആളിലാഞ്ഞ്. സ്വാമി യോനയോട് പറഞ്ഞാൽ അവിടുത്തെ ആളിൽ മൊത്തം പാവഞ്ചതിൻ്റെ ആളിലാഞ്ഞ്. 40 രായിക്ക് അവർക്ക് മനമാറ്റം വന്നില്ലെങ്കിൽ നാനാ കൊട്ടറ നാശാക്കൂ. സ്വാമി യോനയോട് പറഞ്ഞാല് സ്വാമി യോനനെ നിലവിലേക്ക് ഒരു ശേതി പറയാനായിട്ട് വിട്ടാര്. സ്വാമി യോനനെ പറഞ്ഞു വിട്ടാര്. ജോന പറഞ്ഞപ്പോഴത്തേക്കും അത് വിശ്വസിച്ചാര്. നിലവിൽ ജനം പെഞ്ചിരിഞ്ഞ് സ്വാമിനെ കുമ്പിട്ടാര്. പാവത്തിന്റെ എല്ലാ വഴിയും വിട്ടാര്. മനസ്സിലുള്ള വളിച്ചുപോകാതൊക്കെ ഒക്കെ വിട്ടുകളഞ്ഞ് സത്യമായി മനംമാറ്റം നമുക്ക് വേണം. സ്വാമി നമ്മളോട് ക്ഷമിക്കുകയും സ്വാമിൻ്റെ അരിശം നമുക്ക് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി ദൈവരിശം നമ്മളോട് വരാണ്ടിരിക്കാൻ വേണ്ടി നെനിലുള്ള ആളെ താഴ്ത്തി കുമ്പിട്ടാര്. സ്വാമിന് കുമ്പിട്ടപ്പൻ സ്വാമി ദയ കാണിച്ചാല്. പാപത്തിന്റെ വെയും മാറ്റി കഴിഞ്ഞ് അത് നശിപ്പിക്കാണ്ടി പാത്താല്. നീ എന്തും പറയണ്ട. സ്വാമി പറയേണ്ടത് തെറ്റുകൾ നിന്റെ ഓർമ്മയോടെ സ്വാമിയോടെ പറയണം. മനംമാറ്റമില്ലാത്ത ആളിലടയ്ക്ക് സ്വാമിന്റെ കോപം വെന്റ്. നമുക്ക് സ്വാമിനും ഇസ്രാവിനും അടിച്ച് കുമ്പിടാൻ പറ്റുമോ? നിങ്ങൾ നുണയന, നിങ്ങൾ കട്ടനോ കുശുമ്പോ പറഞ്ഞ ആളാണ്. ചാട്ടാത്തനാണെങ്കിൽ പാപമേറ്റ് പറഞ്ഞ് കുരിശി തറച്ച യേശു സ്വാമിയാടിക്ക് പാക്കണം. അവൻ യേശുവിന്റെ ചോര സകല പാപം കഴുകി നമ്മൾ നെണ്ടാക്കും. സ്വാമി പറഞ്ഞു മനുഷ്യൻ നമ്മളെ പെരുമാറ്റത്തെ പാക്കണ്ടാര്. എന്താണ് സ്വാമി നമ്മളെ ചങ്കനെ പാക്കണ്ടാര്. സ്വാമിന്റെ ഗ്രന്ഥം പഠിക്കണം, അത് നമ്മ കേൾക്കണം. എപ്പോഴും സ്വാമിന്റെ ഗ്രന്ഥം കേൾക്കുമ്പോഴത്തേക്കും സന്തോഷം സ്നേഹം നമ്മളെ ചങ്കിലുണ്ടാവും. ഈ ശിക്ഷയിൽ നിന്ന് നമ്മ രക്ഷപ്പെട്ടു. കൈരെ നിങ്ങൾക്ക് പേടിയുണ്ടോ? രായ് നിങ്ങൾക്ക് പേടിയുണ്ടോ? ചാവാനിക്ക് നിങ്ങൾക്ക് പേടിയുണ്ടോ? മിനിക്കും ഇച്ചിരാദിക്കും കാലനക്കും കർമ്മനക്കും ഒക്കെ നിങ്ങൾക്ക് കൈരെ പേടിയുണ്ടോ? പേടിക്കാണ്ടി ഇരിപ്പാനിക്ക് കൈരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ കേളൻ കൈരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. നിങ്ങൾക്ക് ചാവാനിക്ക് പേടിപ്പാനിക്കില്ല. ചാകത്തിൻ്റെ കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടി ഉണ്ട്. അതൊക്കെ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് നല്ലൊരു കാര്യം പറയുവാൻ പോന്നത്. യേശു സ്വാമി നിങ്ങൾക്ക് വേണ്ടി ചത്ത. യേശു സ്വാമി എളുമ്പി വന്ന് നമുക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നിങ്ങളെ പാവമെല്ലാം കളഞ്ഞ് യേശു സ്വാമിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ
യേശുസ്വാമി ഇരിക്കേണ്ട താവക്ക് നമ്മളെയും എടുത്തു പോകും. നിങ്ങൾക്ക് രാവിലെ പേടിയുണ്ടാവും. നിങ്ങൾ ചത്തു കഴിഞ്ഞ് എന്നുമുള്ള വീട്ടിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് വരികയും ചാകുകയും ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ചത്ത യേശുസ്വാമിനെ അങ്ങ് വിശ്വസിക്കേണ്ടതാണ്. സ്വാമി പറയേണ്ടാര്, സ്വാമീൻ്റെ കൈനായ യേശുസ്വാമിനെ സ്വാമിയായി കാണാത്ത ഒരുത്തനെയും രക്ഷപ്പെടുത്തണം. അവൻ നരകത്തിൽ പിയ്യ് കേത്തയും പേത്തയും ചാകാത്ത തീയിൽ അവൻ ബുദ്ധിമുട്ടിന് വരും. നിങ്ങൾ യേശുസ്വാമിനെ പിറ്റേ പിയ്യെ കാലൻ്റെയും കർമ്മൻ്റെയും പോത്തിൻ്റെയും പേടിയില്ല മാറ്റിത്തരും. ഇൻ്റെ നിങ്ങളെ പാവങ്ങളെ കളയണം. ഇൻ്റെ നിങ്ങൾ മാറി മാറിയുള്ള പെണ്ണ് കെട്ട് നിർത്തണം. കുശുമ്പ്, കുന്നായ്മ, ചണ്ട, മന്ത്രം കെട്ട്, ചാരായം കുടി ഇതെല്ലാം നിർത്തണം. യേശുസ്വാമിക്ക് ശങ്കിയിൽ ഇടം കൊടുക്കണം. അവൻ നമ്മളെ വാക്കും. നിങ്ങൾ സ്വാമിനെ കുമ്പിടുവാനിക്ക് കോഴി വെട്ട്, കറപ്പ് വെപ്പ്, കഞ്ചാവ് വെപ്പ് അങ്ങനെയുള്ള കാര്യം എന്തിനുണ്ടെങ്കിൽ നിങ്ങൾ നടത്തണം. നിങ്ങൾക്ക് സ്വാമിനെയും ഇച്ചിരാതിനെയും ഒരുപോലെ കുമ്പിടുവാൻ നോക്കണ്ട. യേശുസ്വാമി ഇച്ചിരാതിനെ കുരിശിൽ തോയിപ്പിച്ചാര്, ചത്ത് എളുമ്പി വന്നാര്. യേശുസ്വാമിക്ക് നമ്മളെല്ലാ കാര്യം ഏൽപ്പിച്ച് കൊടുക്കാം. വിശ്വാസത്തോടെ യേശുസ്വാമിനെ നമുക്ക് കുമ്പിടാം. ശക്തിയുള്ള യേശുസ്വാമിയെ ഞങ്ങളെ ഒക്കളെയും മക്കളെയും കുഞ്ചിലെയും കാണിക്കാരന്മാരെയും ഞങ്ങളെ പാട്ടണം പാട്ടീനെയും ഞങ്ങളുടെ കുടിയിലുണ്ടായ എല്ലാ ആളിലെയും നീ അനുഗ്രഹിക്കണമേ. യേശുസ്വാമിയെ ഞങ്ങളെ പാവത്തിൽ നിന്റെ രക്ഷിക്കണമേ. യേശുസ്വാമിയെ ഞങ്ങളെ മന്ത്രം കെട്ട്, ഞങ്ങളെ പിണക്കം, ഞങ്ങളെ നൊള്ളിക്ക് ചാറ്റ്, ഞങ്ങളെ ചണ്ട ഒക്കെ ഞങ്ങളെ മാറ്റണമേ. യേശുസ്വാമിയെ ഈ സ്വാമി മുമ്പെടുത്ത് ഞങ്ങളെ കുടിയിൽ നിന്റെ നിങ്ങൾക്ക് മാറ്റിത്തരണമേ. യേശുസ്വാമിയുടെ നാമത്തിൽ ഞങ്ങളുടെ കുടിയിലുണ്ടായ രോഗം, പാടുകേട്, ബുദ്ധിമുട്ട്, പെഞ്ച്, പട്ടിണി ഇല്ല മാറ്റി തരണമേ. യേശുസ്വാമി നമ്മളൊക്കെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൈരെ നിങ്ങ തേവലോകത്തേക്ക് പോവറ. ആളുകൾക്ക് ഒരുത്തനൊക്കെ തിക്കണാത്തതും എൻ്റെ തിക്കൊണ്ടാകേണ്ട കാര്യവും നാം പറയാൻ പോകേണ്ട കാര്യം നിങ്ങൾ തേവലോകത്തേക്ക് പോവറ. ഇതാണ് തിക്കൊണ്ടാവാൻ പറ്റും. ചാമീൻ്റെ കരന്തം പറയണ്ടേ, ചാമീൻ്റെ കരന്തത്തിൽ നമുക്ക് തിക്കൊണ്ടാവും. തേവലോകത്തേക്ക് പോകാനുള്ള നെല്ല് വെയ്യ് തേടിപ്പിടിക്കണം. ചാമീൻ്റെ കൈനായ ഏച്ചു പറയേണ്ടത് നാന് വെയ്യ് ആകണ്ടേ. ചാമീൻ്റെ കൈനായ ഏച്ചു ചാമീന ചാമി ചത്ത ആളുകളിൽ നിന്ന് എളുമ്പി വന്ന ചങ്കിയിൽ ഓർത്തിരക്കണം. വായു കൊണ്ട് പേശണം. നീ അതുപോലെ ചെയ്ഞ്ഞേ നീ രക്ഷപ്പെടുക. ഇതിൽ നിന്നും ഏച്ചുചാമിയാണും തേവലോകത്തൊക്കെയുള്ള വെയ്യുണ്ട് ഓർത്തിരക്കണം. ഏച്ചുചാമിയിലില്ലാണ്ടി ഒരുത്തനം ചാമീൻ്റെ അടുത്ത് എത്തല. ഏച്ചുചാമി ഇല്ലാണ്ടി തേവലോകത്തൊക്കെ വേറൊരു വെയ്യുമില്ല. നിങ്ങൾ ഏച്ചുചാമിന് തിക്കലാണ്ടി ഇരുന്ന ഒരാളാണിത്. അതുക്ക് നിങ്ങളെ പാവങ്ങളെ സമ്മതിച്ച് ഏച്ചുചാമിനെ ചങ്കിയിൽ ഓർത്തിരുന്നേ നിങ്ങൾ തേവലോകത്തൊക്കെ ഉള്ള നെല്ല വെയ്യിലാഞ്ഞരെ. രണ്ടാമതാഞ്ഞ് ഏച്ചുചാമീനെ ചങ്കിയിൽ ഓർത്തിരക്കേണ്ട നേരം മുതൽ ഉള്ള ജീവിക്കിൻ്റെ കാലം തൊട്ട് നമ്മളെ പാവമൊക്കെ മാറ്റി നെല്ല ആളാക്കി ഏച്ചുചാമി നമ്മൾ മാറ്റേണ്ട ആര്. വേറെ ചാമിമാരെ നമ്പിയാൽ നമ്മളെ ഉശിര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വേറെ ആളുകൾ വിച്ചോദിക്കേണ്ട ആര്. ആളിൽ കുറത്തിനൊക്കെ അത് തിക്കലാത്ത കാര്യമാണ്. ചാമി കൊമ്പടുത്തുനിന്ന് നൊള്ളുകി ആറ്റിലുമൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തല. ഏച്ചുചാമീനെ നമ്പിയാൽ നമ്മ രക്ഷപ്പെടുവാൻ പറ്റത്തുള്ളു. അപ്പനിക്ക് നമ്മളെ ചങ്ക് നെൻ്റാകും. നമുക്ക് നമ്മളെ ചങ്കിയിലും നമ്മളെ കുടിയിലും നമ്മളെ വീട്ടിലും നല്ല സന്തോഷം ഉണ്ടാകും. മൂന്നാമത്തേത് ഏച്ചുചാമീൻ്റെ ഉശിര് നമ്മളെ ചങ്കിയിൽ വരുമ്പോൾ നമ്മ ഏച്ചുചാമീൻ്റെ ആളുകളാഞ്ഞ് തീർണം. അപ്പനിക്ക് നമ്മ ഏച്ചുചാമീൻ്റെ സ്വന്തം മാഞ്ഞം നമ്മളെ എല്ലാ കാര്യവും നമുക്ക് നേടിക്കിട്ടും. എൻ്റെ തമ്പിമാരെ, ഏച്ചുചാമി പറയേണ്ടത് എന്നാട്ട് വെൻ്റവനാ ഞാൻ എപ്പോഴും കൈ വിടുത്തല, ഞാൻ വിട്ട് കളയത്തല. നിങ്ങൾ കേട്ടതൊക്കെയും ഏച്ചുചാമിൻ്റെ കരന്തത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം ചാമീൻ്റെ കുടുംബത്തിനെ പറ്റി പഠിപ്പിക്ക് താഞ്ഞത്. അവിടെ നിക്കോതമസ് എന്ന് പറയുന്ന വലിയ ആള് യേശുവിനെ പാത്തിരുന്നാര്. അവങ്ങളെ ആളുകളടക്കി അവങ്ങൊരു വലിയ ആള് ആഞ്ഞത്. ദൈവ കുടുംബത്തിലെ ആളാണ് നിക്കോതമസ്. അവങ്ങ ദൈവത്തിൻ്റെ കാര്യം കൂടുതൽ പഠിപ്പാനിക്ക് ആഗ്രഹിച്ചാര്. രായി യേശുവിൻ്റെ അടുത്ത് പിയാര്. ചാമീൻ്റെ കൈനായ ഏച്ചുചാമി ഇത് പഠിപ്പാനിക്കായിട്ട് കിള്ളാനിക്ക് വന്നതിട്ട് ഞാൻ അറിയണ്ടേ. ഏച്ചുചാമിക്ക് ഒക്കളയും ചങ്ക് തുക്കുള്ളത് കൊണ്ട് നിക്കോതമസ് ചാമീൻ്റെ കുടുംബത്തിൽ പെട്ടവനില്ലെൻ്റെ തുക്കൊണ്ടാഞ്ഞത്. ഏച്ചുചാമി പറഞ്ഞാല് നീ രണ്ടാമത് ഉണ്ടാഞ്ഞു വരണം.
ഇല്ലെങ്കിൽ നീ ദേവലോകത്ത് കടക്കത്തള. തിക്കോ തോമസ് അത്ഭുതപ്പെട്ടാല് വീണ്ടും വേണ രണ്ടാമത് ക്ഷണിച്ചു വരുവാനിക്കിൻ്റെ. യേശുസ്വാമി അത്ഭുതപ്പെടേണ്ടതിൻ്റെ പറഞ്ഞാല് ചത്തവനിൽ നിന്റെ ഉണ്ടാഞ്ഞവൻ ചത്തവനാകണ്ട, ഉഷറോടുകൂടി ക്ഷണിച്ചവനൊക്കെ ഉഷറാകൻ്റെ. സ്വാമീൻ്റെ ഉഷറിയിലും തണ്ണിയിലും വീണ്ടും ക്ഷണിക്കണം. ഇൻ്റെ തിക്കോ തോമസിനോട് യേശുസ്വാമി പറഞ്ഞാല് ഈ കാലത്തില് പല ആളുകളും തിക്കോ തോമസിന് പേലെയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യണ്ട, ഒരു കടമയ്ക്ക് വേണ്ടി ആ കൂട്ടർ അവിടെ പോകാൻറ്റാര് വരണ്ടാര്. എൻ്റെ ചാമീൻ്റെ കുടുംബം ഉഷറുള്ളതാണെൻ്റെ ആ കൂട്ടർ മറക്കണ്ടാര്. നിങ്ങൾ അപ്പനാമ്മയാട്ടേക്കും പോവാനെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ക്ഷണിച്ചാൽ മതി. ചാമീൻ്റെ കുടുംബത്തിൽ ആളാവാനെങ്കിൽ ഉണ്ടാഞ്ഞാൽ പോരാ, വീണ്ടും ചാമിയാലത്തിന് ഉണ്ടാകണം. നമ്മളെ നെല്ല ഉഷറിനെ കുറിച്ച് നമുക്ക് തിക്കളാത്തത് കൊണ്ടാണ് നമുക്ക് ചാമീൻ്റെ വീട്ടിൽ പോവാനെങ്കിൽ പറ്റാത്തത്. ആണയാണെങ്കിൽ നമ്മ ചാവിനിക്ക് പാവത്തൻ്റെ കൂലിയാഞ്ഞ ചാകത്ത് പമ്മീരക്കൻ്റെ നരകത്തൻ്റെ കുടുംബത്തിലായിരിക്കും നമ്മ പോകേണ്ടത്. ചാമി ചത്തിയുമുള്ളവനാണ്. ആ കയ്യൻ വീണ്ടും ഉണ്ടാവനിക്ക് ചാമി പാപത്തിനെ വെറപ്പാനിക്കുള്ള ചങ്ക് അവനൊക്കെ കൊടുക്കണ്ട. ചാമീൻ്റെ കരന്തത്തില പാട്ടുകാരൻ പറയേണ്ടത് നല്ല മനുഷ്യൻ ബുദ്ധിയില്ലാത്തവനാഞ്ഞേ ചത്തുപോൻ്റെ മൃഗത്തുക്ക് ഒപ്പമാകുണ്ട്. യേശുസ്വാമിയാട്ടയ്ക്ക് പീ കഴിഞ്ഞ് പിറ്റിക്ക് പോകേണ്ട ആളുകളെ പറ്റിയാണ് സ്വാമീൻ്റെ കരന്തം ഈണ പറയേണ്ടത്. ഏണ നമുക്ക് സ്വാമീൻ്റെ ഉഷറിന് കിട്ടുവാനിക്ക് യേശുസ്വാമി പറയേണ്ടാല് നാം വാച്ചയ്ക്ക് വന്ന് ഇടിക്കിൻ്റെ, നീ വാച്ച തുറന്നേ, ഞാന് ഉള്ളുക്ക് വരുവിൻ. യേശുസ്വാമി നമ്മളെ ചങ്കുക്ക് വരുവാനിക്ക് ഇഷ്ടപ്പെടണ്ടാര്. സ്വാമി പറയേണ്ടാര് യേശുസ്വാമീന കൈ പിടിക്കുന്നവനക്ക് യേശുസ്വാമീൻ്റെ അപ്പനുണ്ട്, അവങ്ങ എൻ്റെ കുന്തലാകണ്ടാര്. ഈണെന്നങ്ങ ചാമീൻ്റെ കുടുംബത്തിലെ അംഗങ്ങള് ആകണ്ടാര്. വീണ്ടും നമ്മ ഉണ്ടാഞ്ഞില്ലെങ്കിൽ ചാമീൻ്റെ നെല്ല ഉഷറ് നമുക്ക് ഉണ്ടാകത്തില്ല. യേശുസ്വാമീൻ്റെ നെല്ല ഉഷറിയിൽ നമുക്ക് സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. പെഞ്ചീന്നൻ്റെ പട്ടിണീന്നൻ്റെ ഒക്കെ നമ്മളെ നെണ്ടാക്കിൻ്റെ, നമ്മളെ പാട്ടന്മാർക്കും പാട്ടിമാർക്കും നമ്മളെ കുന്തർക്കും ഒക്കെ നല്ലത് ബെൻഡ്. നമ്മുടെ നാട്ടിക്ക് എല്ലാ കാര്യത്തിനും നല്ല വരം കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടി യേശുസ്വാമി തൻ്റെതാണ്. എൻ്റെ അണ്ണന്മാരെ, തമ്പിമാരെ, പാട്ടന്മാരെ, പാട്ടിമാരെ, കുന്തളെ, പേരപ്പടെ യേശുസ്വാമീനെ നമ്മ തള്ളിക്കളയരുത്. ഇന്ത്യ നിന്ന് നമ്മളെ യേശുസ്വാമീനെ നമ്മളെ ചങ്കയിൽ ഓർത്തിരക്കണം. യേശുസ്വാമി നമ്മളെ ഒക്കളയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്നൊക്കെ നീ ചങ്കടപ്പെടേണ്ടത്. ചീക്ക് പിടിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരൻ ചത്താൻ, ചീക്ക് മാറുവാൻ ഇച്ചിരാതിക്ക് കാണിക്ക് കെട്ടിയാൽ എൻ്റെ ആണെങ്കിൽ ശവിക്കും കിട്ടില്ല, അവൻ ചത്ത് ചെയ്യാൻ. സത്യമായിട്ട് നമുക്ക് ഇച്ചിരാതിക്ക് ശവിക്കുമാക്കുവാൻ പറ്റുന്നുമില്ല. ഇച്ചിരാതി നമ്മളെ സ്നേഹിക്കുന്നുമില്ല. കൂടുതൽ ചാമിന് കുമ്പിടാണ്ടി കഴിഞ്ഞ് ഇച്ചിരാടിന് കുമ്പിടുവാനെങ്കിൽ നമ്മൾ മനസ്സിൽ പറയണ്ട. ഞങ്ങളെപ്പോഴും ഇച്ചിരാതി നശിപ്പിക്കാൻ പാക്കണ്ട. ബുദ്ധിയിലാടെ ആവാനെങ്കിൽ നമ്മൾ ഇച്ചിരാതി നമ്മളെ ബുദ്ധിനെ കെടുത്തി കളയണ്ടേ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇച്ചിരാതി നമ്മളെ വേദിയേറ്റിപ്പം പാക്കണ്ടേ. ഇച്ചിരാതിൻ്റെ എങ്കിൽ രക്ഷപ്പെടുവാമെങ്കിൽ നമുക്ക് ആശയുണ്ട്. സ്വാമിൻ്റെ ഗ്രന്ഥം പറയേണ്ടാര് ഇച്ചിരാതിന് വാണ്ടാൻ്റെ വെച്ച് തള്ളിക്കളയണം. യേശുസ്വാമിന് കുമ്പിട്ട് നീ രക്ഷപ്പെടുക. നമ്മ ഇച്ചിരാതിനെ തോൽപ്പാനിക്ക് നോക്കണ്ട. സർവശക്തിയുള്ള യേശുസ്വാമിക്ക് മാത്രമേ ഇച്ചിരാതി നിരളിഞ്ഞ് രക്ഷപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. യേശുസ്വാമി പറഞ്ഞാൽ നിന്നെ ഒരു നാളേക്കും കൈവിടുത്തില്ല, എൻ്റെ ഒരു നാളേക്ക് നിന്നെ തള്ളിക്കളയത്തില്ല. എത്ര നല്ല പേശാണിത്. യേശുസ്വാമിനെ വിശ്വസിക്കുക, അവനെ നീ കുമ്പിടണം, അവൻ നിന്നെ രക്ഷപ്പെടുത്തും. നീ ഈ വണ്ണം കുമ്പിടണം. യേശുസ്വാമിയെ ഞാൻ ഒരു പാപം ചെയ്യുന്നവനാണ്. യേശുസ്വാമിയെ പാപത്തിൻ്റെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. യേശുസ്വാമിയെ ഇച്ചിരാതിനെ എന്നെ നിന്റെ മാറ്റണമേ. യേശുസ്വാമിനെ ഞാൻ വിശ്വസിക്കണ്ടേ. യേശുസ്വാമിൻ്റെ പിറ്റേ വരുവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കണ്ടേ. ഈണ കുമ്പിട്ട് യേശുസ്വാമി നിങ്ങളാട്ടേക്ക് വരും. യേശുസ്വാമി നമ്മൾ അടുത്തുണ്ടെങ്കിൽ ഇച്ചിരാതി മാറിപ്പോൻ്റെ. യേശുസ്വാമി രായും പകലും നിങ്ങളെ ഇച്ചിരാതി നിന്റെ രചിക്കും. യേശുസ്വാമിയുടെ ഗ്രന്ഥം നിങ്ങൾ കേൾക്കണം. യേശുസ്വാമി നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ത്യാഗത്തിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ശക്തിയില്ലാത്തത് കൊണ്ടും പാപം കൊണ്ടും നെരുങ്ങി ഇരിക്കേണ്ടതായിട്ട് കാണാം. അതുമാത്രം പോരാ, പിന്നെ ചാകേണ്ടതാവുക്ക് വേണ്ടതായിട്ട് കാണാം.
ചാകണ്ടതിൽ നിന്റെ ഒരുത്തനൊക്കെ രക്ഷപ്പെടുവാൻ പറ്റത്തില്ല. ഈ മണ്ണിൽ തന്നെ എപ്പോഴും ജീവിക്കാൻ വേണ്ടിയുള്ള നമ്മൾ ചിന്തിക്കാറുത്. നമുക്ക് വീണ പറയാം, ചത്ത് കഴിഞ്ഞ് ഞാൻ ആടേക്ക് പോയി. ചില ആളുകൾ ചിന്തിക്കേണ്ട ആര് ചത്ത് വീ കഴിഞ്ഞ് വേറെ ആളുകളോ വേറെ ജീവികളോ ആകേണ്ട ആരിൻ്റെ ചിന്തിക്കേണ്ട ആര്. ചില ആളുകൾ ഓർക്കേണ്ട ആര് ഒരു മെഴുകുതിരി കത്തി തീരേണ്ടത് വേല നമ്മളെ ജീവിതം തീരേണ്ടി. ചില ആളുകൾ പറയേണ്ട ആര് ചത്ത് കഴിഞ്ഞ് നമ്മൾ ഉഷർ ആടേക്ക് പോയിൻ്റെ ഉള്ളത് നമുക്ക് തിക്കളാം. അല്പത് മാഞ്ഞ് ഇത് വെയ് തിക്കളാത്ത ആളോട പച്ചക്കാട്ടിൽ പോകേണ്ടത് വേലയാണ്. ദൈവ കരന്തത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മ രായി തപ്പി നടക്കണ്ട മാനത്തിലുള്ള പക്കികളെ പാരൻ. അത് ഒരെന്നാളേക്കും വെയ് തെറ്റില്ല. അതുപോലെ മനുഷ്യരായി നമ്മയും ഒരു കാലത്തും വെയ് തെറ്റി പോകാറ്. കരന്തം പഠിപ്പിക്കേണ്ടത് എല്ലാ മനുഷ്യന്മാരും ഒരേ ഉഷറുണ്ടിൻ്റെ ആണും നമ്മൾ താകം ബന്ധുവിയാലും നമ്മൾ ഉഷർ ജീവിച്ചിരിക്കേണ്ടി. നമ്മ ചത്തു കഴിഞ്ഞ് നമ്മൾ ഉഷർ ദേവലോകത്തോ നരകത്തിലോ പോകേണ്ടി. ദേവലോകത്ത് കാണും നമ്മൾ പോകേണ്ടതിൻ്റെ യേശുചാമിൻ്റെ അടുത്ത് നമ്മ ഉണ്ടാകും. മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ട താവ് നല്ലതുമായിരിക്കും. നരകലോകം ഇച്ഛരാദിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ നാശമം കന്തകമം തീയും നിറഞ്ഞിരിക്കില്ലേ. ഷാമീൻ്റെ സ്വന്തം കരന്തമായ ബൈബിൾ കരന്തത്തിലെ ദേവലോകത്തൊക്കെയുള്ള വെയ്യ് ഉണ്ട്. ഷാമീൻ്റെ കൈനായ യേശുചാമി നമ്മളെ ദേവലോകത്തേക്ക് എടുത്ത് പോകും. യേശുചാമി ദേവലോകത്താഞ്ഞത് അവൻ ഭൂമിക്ക് വന്നാൽ ഞാൻ ചാകൻ്റെ താവിയിൽ യേശുചാമി ചത്താൻ. എൻ്റെ അത് വെറും 3 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. യേശുചാമി 3-ാം നാള് എളുമ്പി വന്നത് കൊണ്ട് എല്ലാ ആളുകളും ശക്തിയോടെ യേശുചാമിനെ കുമ്പിടണ്ടാര്. ചാമീൻ്റെ കൈനായ യേശുചാമി ഉയർത്ത് എളുമ്പി വന്നു കഴിഞ്ഞ് 40 രായും 40 പകലും ഭൂമിയിൽ നടന്നു കഴിഞ്ഞ് ദേവലോകത്ത് കയറി പിയായി. ദേവലോകത്തുള്ള യേശുചാമിന് പേല വേറെ ഒരു ചാമിയും ഇല്ല. യേശുചാമി നമ്മളെ കാണുകയും ചെയ്യേണ്ടാര് പാക്കുകയും ചെയ്യേണ്ടാര്. യേശുചാമിക്ക് മാത്രമേ നമ്മളെ ദേവലോകത്തേക്ക് എടുത്തു പോകാൻ പറ്റത്തുള്ളൂ. പാവം ചെയ്യേണ്ട ആളുകൾക്ക് ഷാമിയിൽ രാവിലെ നപ്പാൻ നോക്കണ്ട. അതുകൊണ്ട് നമ്മളെ യേശുചാമിൻ്റെ കയ്യിൽ നമ്മൾ കൊടുക്കണം. പാവങ്ങളെ നമ്മ ഏറ്റി പേശണം. നമ്മൾ രക്ഷിക്കാനുള്ളവൻ യേശുചാമി മാത്രമുള്ളതിൻ്റെ നമ്മ വിച്ഛോദിക്കണം. കയ്യിലെ നേരം പോൻ്റെ വെട്ടിൻ്റെ വരണം. നിങ്ങൾ തള്ളിക്കളയരുത്. അത് യേശുചാമി നമ്മൾ രക്ഷിച്ച ആളായിട്ട് നമ്മ കൈക്കൊള്ളണം. ഇപ്പം തന്നെ എൻ്റെ ആണും നല്ല ദിവസം, എൻ്റെ ആണും നമുക്ക് രക്ഷ കിട്ടിയ ദിവസം. നമുക്ക് ഇതിൻ്റെ സന്തോഷിക്കാം. നാളെ എൻ്റെ ഉള്ളത് ഭയങ്കര താമസം വരും. ആ ദുഃഖത്തൊക്കെ കാരണമാകേണ്ടി. കൈരെ യേശുചാമിയാട്ടേക്ക് മടങ്ങിവേ. ചാമീൻ്റെ കൈനാഞ്ഞ യേശുചാമി നമ്മളൊക്കളയും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നാളേക്ക് നല്ല ഇരുട്ടുള്ള രായി. ഒരു മാട്ടുവണ്ടിക്കാരൻ ഒറ്റയ്ക്ക് അപകടം പിടിച്ച് വെയില് ഒരു ദിവസം മാട്ടുവണ്ടി ഓടിച്ച് പിയാൻ. പിടീൻ്റെ പല വെയ്യതിരിൻ്റെ കവലയിലെ അവനൊക്കെ പോകാൻ്റെ നെല്ല് വെയ്യാതിൻ്റെ അവനക്ക് തിക്കിലാണ്ട്. അവനക്ക് ഏതിൽ പോകാനുള്ളത് തിക്കിലാടി ചിന്തിച്ചില്ല. പിന്നിക്ക് അവൻ ഒരു വെയ്യ് കണ്ടുപിടിച്ച. പിന്നിക്ക് അവൻ കുറച്ച് അങ്ങടേക്ക് വെയ്യപ്പോഴത്തേക്കും ഗതിയിൽ വണ്ടി താഞ്ഞു. മാട്ടുവണ്ടിക്കാരൻ മുഖത്തേക്ക് പോകാൻ വേണ്ടി മാട്ടുക്ക് അരിച്ചു വന്ന് അടിച്ചാൻ. മാട് ബളിവെയിൽ കിടന്ന് ബുദ്ധിമുട്ടി. ഇരുട്ടുള്ള രായെ ഏത് വെയ്യിൽ തിക്കിലാടി വണ്ടിക്കാരൻ വളരെ കഷ്ടപ്പെട്ട. ആ കാലം മാട്ടുവണ്ടിക്കാരനൊക്കെ ഗാടിക്ക് പോകേണ്ട തിക്കിലാണ്ട്. ആ കുടിയിൽ നിന്ന് വിട്ടു വന്ന കയ്യൻ ചണ്ട കൂടാണ്ടി ജീപ്പന് താവ് തേടി അവൻ പിയ്യാൻ. അവൻ്റെ കുടിയിൽ ചേക്കും തലവരിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാഞ്ഞത്. ആ കുടിയിലിരുപ്പാൻ അവനൊക്കെ കിട്ടുമില്ലാണ്ട്. നെല്ല കുടി തേടി അവൻ പിയെ കൊണ്ടിരുന്ന. അവൻ പി വെയ്യെ നെല്ലതിൻ്റെ അവൻ ഓർത്താൻ. ആ വെയ്ക്ക് വേണ്ടി ഇല്ലെൻ്റെ ഓർത്ത അവൻ പിയ്യാൻ. ഈ വെയ്യെ അവൻ നെല്ലര താവിലെത്തുന്നുണ്ട് അവൻ ഓർത്താൻ. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വെയ്യാണ്. ഈ വെയ്ക്ക് പോകേണ്ട ആളുകളാണ് നമ്മക്കളും. ഇൻ്റെ നമ്മ ഓർക്കൻ്റെ മാ ഏടിക്കാണ് നമ്മ പോകേണ്ടതിൻ്റെ. കൊള്ളാത്ത വെയ്യെ തിരഞ്ഞെടുത്ത മാട്ടുവണ്ടിക്കാരനെ പോലെയാണ് നമ്മക്കളും. എൻ്റെ നമ്മ ഓരോരുത്തരും ഓർക്കണം, നെല്ല് വെയ്യാണോ ചാട്ടാത്ത വെയ്യാണോ എൻ്റെ എന്തെന്ന് പറഞ്ഞ് നമ്മൾ ജീപ്പുള്ള വെയ്യെ തെറ്റിപ്പിയെ. നമുക്ക് ജീപ്പുള്ള വെയ്യിട്ട് മാറിപ്പിയെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ജീവിതമെന്ന് പറഞ്ഞ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള വെയ്യാണ്. ഇച്ചരായി നമ്മുടെ ജീവിതത്തിനെ എടുത്ത് കളയണ്ടേ. ചാട്ടാത്ത വഴി തിരഞ്ഞെടുപ്പാൻ നമ്മളെ തെറ്റിക്കുന്നു. മക്കളും പറയേണ്ട ഒരു സ്വാമിൻ്റെ അടുത്തേക്കുള്ള വെയ്യാണോ എൻ്റെ. പല വെയ്യും മിക്ക വെയ്യും പാവത്തിലേക്കും കിള്ളാനും നരകമെന്ന് പറഞ്ഞ് ഇച്ചരാദീൻ്റെ വീടാണ്. ഈ വെയ് പോകേണ്ട ആളിലൊക്കെ സ്വാമി നിൻ്റെ അകന്നാണ് പോകേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നരകത്തേക്ക് കൂട്ടിയെടുത്ത് പോകേണ്ടത്. പിന്നെ ഈ നരകത്തിൽ നിൻ്റെ രക്ഷപ്പെടുവാൻ വേറെ ഒരു വെയ്യുമില്ല. എൻ്റെ ചാമിയടിക്ക് പോകാനുള്ള വെയ്യുണ്ട് എൻ്റെ പാക്കനാരി. ആണൊരു വെയ്യുണ്ട്. ഈ വെയ്യ് മനുഷ്യണ്ടാക്കിയ വെയ്യില്ല.
പിന്നെയോ ദേവലോകത്തേക്ക് ഉണ്ടാക്കിയ ഒരു വെയ്യുണ്ട്. സ്വാമിക്കുള്ള വെയ്യ് ആണ് കണ്ടെത്തുവാൻ. സ്വാമീൻ്റെ കയനായ യേശു സ്വാമിയില് വിച്ഛോദിച്ച് നിങ്ങൾ രക്ഷപ്പെടുവർ. യേശു സ്വാമി നിങ്ങളെ പാവമൊക്കെ കെയ്യി നിങ്ങളെ നല്ല വെയ്യിൽ നടത്തും. യേശു സ്വാമി പറഞ്ഞാല് വെയ്യും സത്യവും ജീവനും നാനാണ്. യേശു സ്വാമിൻ്റെ വെയ്യിൽ നടക്കുന്നവൻ എപ്പോഴും അവനക്ക് സന്തോഷമുണ്ടാകും. കാരണം യേശു സ്വാമി അവളെ പാവമെല്ലാം കഴുകി കളയുണ്ടായി. യേശുവിൻ്റെ പിറ്റേ നടക്കുന്നവനക്ക് നല്ല വെയ്യിൽ നടപ്പാൻ പറ്റും. ആ വെയ്യെ സ്വാമിയാട്ടിക്ക് എത്തുവാനും എപ്പോഴും സന്തോഷമുണ്ടാകും. യേശു സ്വാമിന് വിച്ഛോദിക്കാത്ത അവൻ്റെ പിറ്റേ നടക്കാത്ത ഒരുത്തനക്കം ഈ നല്ല വെയ്യിൽ നടപ്പാൻ നോക്കണ്ട. കൈരെ നിങ്ങൾക്ക് കാപ്പാൻ യേശു സ്വാമി സഹായമില്ലാടി കട്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള ഈ വെയ്ക്ക് നടപ്പ ബുദ്ധിമുട്ടാണ്. യേശു സ്വാമി നടക്കുന്ന നല്ല വെയ്യും സന്തോഷമാണ്. നിങ്ങ സ്വാമിന്റെ കയ്യില് വിച്ഛോദിച്ചെങ്കിൽ അവൻ നിങ്ങളെ നല്ല വെയ്ക്ക് നടത്തും. അതിനു വേണ്ടി നിങ്ങളെ പാവത്തിനെ പറയണം. യേശു സ്വാമിന് സമ്മാനമായ ഉസിര് നിങ്ങൾക്ക് തരും. നിങ്ങൾ ചത്താലും എപ്പോഴും ജീവിപ്പെടും. പാവത്താലെ നരകത്തേക്ക് പോകാൻ വെയ്യിൽ നിന്നും നമ്മളെ വീണ്ടെടുപ്പാൻ യേശു സ്വാമി ഉസിര് നമുക്ക് വേണ്ടി തന്നാൻ. നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശു സ്വാമി ചത്താൻ. അവനാടിക്ക് പോകേണ്ടവനാ അവനാടിക്ക് കൂട്ടണ്ടാൻ. യേശു സ്വാമി നിങ്ങളുടെ ജീവിതത്തിനൊക്കെ മാറ്റം വരുത്തും. യേശു സ്വാമി നിങ്ങളെ ബുദ്ധിമുട്ടുള്ള രാത്രിയുടെ വെയ്യില് നടപ്പാൻ അവൻ സമ്മതിക്കില്ല. നിങ്ങളെ ബുദ്ധിമുട്ടുള്ള വെയ്യില് രായി നടക്കുവാൻ യേശു സ്വാമി സമ്മതിക്കില്ല. ആഞ്ഞതുകൊണ്ട് കൈരേ അണ്ണ തമ്പിമാരെ അമ്മമാരെ അപ്പന്മാരെ പാവം ചെയ്ഞ്ഞ് കഷ്ടവും സങ്കടവുമുള്ള ഇച്ചരാതി വെയ്യില് നടക്കാണ്ടി യേശു സ്വാമിന്റെ പിറ്റ മാത്രം നടക്കണം. കൈരെ യേശുസ്വാമി കുടിതോറി നടന്ന് പഠിപ്പിച്ചാരി. യേശുസ്വാമിന്റെ അടുത്ത് വേണ്ട ആളുകളൊക്കെ ചീക്കുന്നതിന്റെ എളുപ്പിയാരി. ആളുകളുടെ പാവ ചെയ്തതിന്റെ പാവത്തെ ചെയ്യറിന്റെ പറഞ്ഞാരി. വലിയ ആളുള്ള പാവത്തിനെയൊക്കെ യേശുസ്വാമി ചണ്ടപെട്ടാരി. ഇതിൽ നിന്റെ അനേക ആളുകൾക്ക് യേശുസ്വാമി ഇന്നെ ശത്രുവാഞ്ചി. ഒരു ദിവസം യേശുസ്വാമിനെ പിടിപ്പാൻ വേണ്ടി രാജാക്കന്മാരും അധികാരികളും കൂടി യേശുസ്വാമിനെ പിടിപ്പാൻ പിയ്യാരി. മക്കളും കൂടി യേശുസ്വാമിനെ പിടിച്ചാരി. രാജാക്കളുടെ മുന്നിലെടുത്ത് വീയെ യേശുസ്വാമിനെ നീ ദൈവത്തിന് കയനാൻ്റെ കേട്ടാരി. നേരെ ഞാൻ സ്വാമിൻ്റെ കയ്യെ. ഇത് കേട്ടപ്പം വലിയ മൂച്ച് വന്നു മക്കളൊക്കെ. സ്വാമിൻ്റെ കയനായിട്ട് അംഗീകരിപ്പാൻ മനസ്സിലാത്തത് കൊണ്ട് കൊല്ലുവാൻ തീരുമാനിച്ചാരി. തലയ്ക്ക് മുള്ളും മടഞ്ഞു വെച്ചാര്, മുതുക്ക് പെരമ്പ് വെച്ച് അടിച്ചാര്, മുഖത്തേക്ക് തുപ്പിയാര്, മീശയെല്ലാം പിച്ചു കളഞ്ഞാര്, ഒരുപാട് കഷ്ടപ്പെടുത്തി കുരിശി തൂക്കി കൊണ്ടാരി. യേശുസ്വാമി ചത്തപ്പൻ ഭൂമിയെല്ലാം നെടുങ്ങിയത്, സൂര്യന് ഇരുട്ടുവീത് ആളുകളെല്ലാം പേടിച്ചു വീയാര്. ഏമാമാര് പറഞ്ഞാര് ഇത് സ്വാമിന്റെ കൈ തന്നെയാണെന്ന്. അന്തിയായപ്പൻ യേശുസ്വാമിന്റെ ശവത്തന കുരിശിന്നിട്ട് ഇറക്കിയാര്. മുണ്ടൊക്കെ ചുറ്റി ഒരുത്തനെയും വെക്കാത്ത കെല്ലുക്കറയിൽ കൊണ്ട കുഴിച്ചിട്ടാര്. വലിയ കെല്ല് വെച്ച് അടച്ചാരി. 3 ദിവസം കഴിഞ്ഞപ്പൻ യേശുസ്വാമിന്റെ ശരീരം കാണാൻ പെയ്യ മക്കളെ കെല്ലറ തുറന്നു നടക്കേണ്ട കണ്ടപ്പൻ അടയിലേക്ക് ഏറി പാത്താരി. വെള്ളം മുണ്ട് കെട്ടിയ ഒരാണ് അതിൻ്റെ അകത്ത് നിന്റെ കണ്ടാരി. സ്വാമി അയച്ച ദൂതം പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ തേടണ്ട, യേശുസ്വാമി ഇവിടെ ഇല്ല. നിങ്ങൾ തിരക്കേണ്ട, യേശു ഇവിടെ ഇല്ല. കുഴിച്ചിട്ടാകുന്നതിൻ്റെ എളുമ്പിപ്പിയ്യാൻ. ഇത് പറഞ്ഞു കഴിഞ്ഞ് ദൂതൻ മാഞ്ഞു പെയ്യാൻ. എളുമ്പിപ്പിയ്യ യേശു വീണ്ടും ആളുകളായിട്ട് വന്ന് പറഞ്ഞാൻ. യേശുസ്വാമി പറഞ്ഞത് പൂരോത്തൊക്കെ പിയ്യെ നാം പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് കൊടുക്കണം. യേശുസ്വാമി പറഞ്ഞ കാര്യം വിച്ഛേദിക്കേണ്ട ആളുകളൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. യേശുസ്വാമിയിൽ വിച്ഛേദിക്കാത്ത ആളുകൾക്കൊക്കെ കുറ്റം ഉണ്ടാകും. ഇതൊക്കെ പേജിയ ശേഷം യേശുസ്വാമി ദേവലോകത്തേക്ക് ഏറിപ്പിയ്യാരി. യേശുസ്വാമിയിൽ വിശ്വസിക്കേണ്ട എല്ലാ ആളുകളെയും യേശുസ്വാമി സഹായിക്കില്ല. വിച്ഛേദിക്കേണ്ട ആളുകളെ കൂട്ടിയെടുത്ത് പോവാൻ യേശുസ്വാമി രണ്ടാമതും വരും. വിച്ഛേദിക്കുന്നവൻ എപ്പോഴും ജീവിച്ചിരിക്കും. വിച്ഛേദിക്കാത്തവൻ എപ്പോഴും നരകത്തിൽ തന്നെ ആഞ്ഞിരിക്കും.